അമർ ഷുനാർ ബംഗ്ല അമി തുമൈ വലു ബഷി. പ്രസിദ്ധമായ ഈ വരികളാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വരികളാണ് ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി സ്വീകരിച്ചത്. ടാഗോറിന് 2 രാജ്യങ്ങളിലെ ദേശീയ ഗാനം രചിക്കാൻ ഭാഗ്യം ലഭിച്ചു. 1971 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്നത് മതപരമായ ഒരു രാജ്യം എന്ന നിലക്കല്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളത് മുസ്ലിങ്ങളായിരുന്നു. എന്നിട്ടും ബംഗ്ലാദേശ് ഒരു രാജ്യമായി സ്വാതന്ത്ര്യം നേടുന്നത് ഭാഷാപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റികളെ പാകിസ്ഥാൻ ഗവൺമെൻറ് അടിച്ചമർത്തിയപ്പോഴാണ്. ഈ 2 കാര്യങ്ങളും ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നത് ദേശിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് BJPയും സംഘ് പരിവാറും ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളുടെ മുനയൊടിക്കാൻ വേണ്ടിയാണ്. ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാട് വിട്ടപ്പോൾ അവിടെ സ്വാഭാവികമായ അരാജകത്വം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അവരുടെ വീടുകൾക്ക് തീയിടുകയും ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ കലാപത്തിന് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിച്ചു എന്നതിൽ തർക്കമില്ല. രാഷ്ട്രീയ എതിരാളികളായ ഹിന്ദുക്കളും ആ ആക്രമണത്തിന് ഇരയായി എന്നത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന അനുരാഗ് താക്കൂറിൻ്റെ ചോദ്യത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ മീഡിയകൾ സംഘ് പരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്ന കഥകളിൽ വസ്തുതയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത് മുതൽ 563 ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഹസീന നാടുവിട്ട ശേഷം 232 കൊലപാതകങ്ങൾ നടന്നു. ഇതിൽ 2 പേർ ഹിന്ദുക്കളാണ്. 2 പേരും ഷെയ്ഖ് ഹസീനയുടെ അടുത്ത അവാമി ലീഗിൻ്റെ നേതാക്കളായിരുന്നു. 42% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 8% മാത്രമാണെന്ന് സംഘ് പരിവാർ വിളിച്ചു പറയാറുണ്ട്. 1952 സെൻസസ് പ്രകാരം ഈസ്റ്റ് പാകിസ്ഥാനിൽ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ശതമാനം 22 ആയിരുന്നു. ഇതാണ് ഔദ്യോഗികമായ കണക്ക്. പക്ഷേ BJPയും സംഘ് പരിവാറും അഡ്വക്കേറ്റ് ജയശങ്കറും മറുനാടൻ മലയാളിയും ABC ന്യൂസും ഒക്കെ പ്രചരിപ്പിക്കുന്നത് 42% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എന്ന കള്ളക്കണക്കാണ്. ബംഗ്ലാദേശിലെ സംഭവവികാസത്തെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാമെന്നാണ് BJPയും RSSും സംഘ് പരിവാർ ശക്തികളും ആലോചിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വ്യാപകമായി പീഡനത്തിന് ഇരയാകുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളും സംഘ് പരിവാർ പ്രൊഫൈലുകളും പ്രചരിപ്പിച്ച കഥകൾ വാസ്തവമാണോ, അതൊക്കെ എത്രമാത്രം കളവായിരുന്നു എന്ന് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.